ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക നവീകരണ ദിവസം വാർഡൻ ബൈബിളിൽ നിന്നൊരു ഭാഗം വായിക്കുവാൻ തുടങ്ങി. നല്ല സമറിയാക്കാരൻ്റെ കഥയാണ് അദ്ദേഹം വായിച്ചത്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ ആ ഭാഗം കേട്ടിരുന്നു. വായന തീർന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ സംസാരവും ബഹളവും തുടങ്ങി. വാർഡന്റെ പ്രസംഗം കേൾക്കുവാൻ അവർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. വാർഡൻ കൈ ഉയർത്തി നിശബ്ദരാകുവാൻ ആംഗ്യം കാണിച്ചിട്ട്, ജെറുസലേമിൽ നിന്നും ജെറിഹോവിലേക്കുള്ള വഴി ഈ ഹോസ്റ്റലിൻ്റെ ഒത്ത നടുക്കുകൂടിയാണ് കടന്നു പോകുന്നത്. ഒറ്റ വാക്കുകൊണ്ട് പ്രസംഗം നിർത്തിയിട്ട് വിദ്യാർത്ഥികളോട് പിരിഞ്ഞു പോകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു വാചകം മാത്രം നീണ്ടുനിന്ന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ മനസ്സിലായി. നമുക്കെല്ലാവർക്കും ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോഴും നല്ല സമരിയക്കാരനാകുവാൻ സാധിക്കും. ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട സാധുവിനെ തേടി നാം ജെറിഹോവിലേക്ക് പോകണമെന്നില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് എപ്പോഴും അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റുമായി നമ്മുടെ ഒരു ഇറ്റ് ദയയ്ക്ക് വേണ്ടി കേഴുന്നത്. എങ്കിലും നമ്മുടെ സഹായത്തിനായി യാചിക്കുന്നവരെ പലപ്പോഴും നാം കണ്ടില്ലെന്ന് നടിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്നും നാം പലപ്പോഴും ഒളിച്ചോടാറുമുണ്ട്. എന്നാൽ നമുക്കാണ് സഹായം വേണ്ടത് എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരും. നല്ല സമറിയക്കാരൻ്റെ കഥ വായിച്ചിട്ട് ആരോ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചത് ഓർമ്മ വരുന്നു. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആരെങ്കിലും എൻ്റെ സഹായത്തിനു വേണ്ടി വളരെ വേഗം വരണം. അതാണ് ഈ ഉപമയുടെ സാരം എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. നാം ആരും ഈ വ്യാഖ്യാനം ശരിയാണെന്ന് അംഗീകരിക്കാറില്ല. എങ്കിലും നമ്മുടെ ജീവിതശൈലി പലപ്പോഴും ഇത് വിളിച്ചു പറയാറുമുണ്ട്. നാം പരസ്പരം കാവൽക്കാരായിരിക്കുവാൻ വേണ്ടി കൂടെയാണ് ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന കയ്യൻ്റെ ചോദ്യം നാനാ തുറകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പരസ്പരം കാവൽക്കാരനായിരിക്കുവാനും അന്യോന്യം ഭാരം വഹിക്കുവാൻ വേണ്ടി കൂടെയാണ് ദൈവം നമ്മെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്. ഈ വസ്തുക്കളൊക്കെ പലപ്പോഴും നാം വിസ്മരിച്ചു പോകാറുണ്ട്. തന്മൂലം മറ്റുള്ളവരുടെ കണ്ണീര് തുടച്ചു മാറ്റുന്നതിനേക്കാൾ അവരുടെ വേദന വർദ്ധിപ്പിക്കുവാൻ നാം ഇടം കണ്ടെത്താറുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മറ്റുള്ളവരുടെ ദുഃഖത്തെ ലഘൂകരിക്കുവാനുള്ള പരിശ്രമം സത്യത്തിൽ നല്ല സമറിയക്കാരൻ്റെ പാത പിന്തുടരുവാൻ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ജെറിഹോവിലേക്കുള്ള വഴി നമ്മുടെ മുറ്റത്തുകൂടെ തന്നെയുണ്ട്. ഈ വഴിയിൽ ദുഃഖിതരും പീഡിതരും എത്രയെത്ര ഉണ്ട് എന്ന കാര്യം മറന്നുപോകരുത്. ആർക്കും ഏതു സമയത്തും എവിടെ വെച്ചും നല്ല സമറിയക്കാരനാകുവാൻ സാധിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.